അവളുണ്ടാക്കി എടുത്തേക്കുക. അതെ, ആരും ഇവിടെ അലമ്പ് കാണിക്കില്ല. നീ അലമ്പ് കാണിച്ചാണ് കാണുന്നത്. പാൻറ് കെട്ടിടും. ഈ പാൻറ് മുറുക്കിടുന്ന എത്ര പ്രാവശ്യം പറഞ്ഞോളൂ. പട്ടിണി വന്ന് വയറി കൊട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ പാൻറ് മുറുക്കിട്ടുണ്ടായിരിക്കും. ബോസ് എന്നാടാ ഈ താവളം ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കുന്നത്? ബോസ് അവിടെ പോയി. ബോസ് ഇപ്പൊ സിംഗപ്പൂരിലെ ഹെഡ് ഓഫീസിലേക്ക് കത്തയച്ചേക്കുക. എന്നിട്ട് നമുക്കൊരു ലോൺ ശരിയാക്കി തരണം നമ്മുടെ കൊള്ളസംഖ്യ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാനാണ്. ഇതിപ്പോ എത്ര ലോൺ എടുത്തു? ഇതൊക്കെ തിരിച്ചടച്ചാലേ പിന്നെ ലോൺ തരുള്ളൂ. എനിക്കറിയാൻ പാടില്ല അങ്ങനെ എന്നത്തിനുള്ള പരിപാടിയാണ്. ചുമ്മാ പട്ടിണിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. മനുഷ്യരെ കൊണ്ടൊന്ന് കൊള്ളസംഖ്യ വളർത്തി നിങ്ങളൊക്കെ വലിയ അതോളത്ത് എത്തിക്കാന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഞാൻ ആകെ മൂട് പോയിരിക്കുക. ഇന്നലെ ഞാൻ ഒരു ഷവർ വീട്ടിൽ പോയി. അതിന്റെ മൂട് ഇരിക്കുക ഇപ്പോഴും. ഇന്ന് അടിച്ചു കയറ്റി വെച്ചിട്ടുണ്ടല്ലോ. അടിച്ചു കയറ്റി വെച്ചില്ല. അമർജിത് സിംഗ് ഉണ്ടല്ലോ, നമ്മളെ വെച്ചേക്കല്ലോ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. പിന്നെ കയ്യും കാലം പിടിച്ച് എങ്ങനെയാലും നമ്മൾ നോക്കാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ചെയ്യേണ്ട പോലെ ചെയ്തോളാം. അപ്പൊ ബോസ് അവിടെ പോയി. ബോസ് എവിടെ? എവിടെയാ ബോസ്? കാലയിൽ ആണിയായിട്ട് കുഴമ്പ് കേൾക്കുന്നു. കാലയിൽ ആണിയായിട്ട് കുഴമ്പ് കേൾക്കുന്നത്. കാലയിൽ ആണി തുരുമ്പ് പിടിച്ചിട്ട് പെയിന്റ് അടിക്കുന്ന പറ. ബോസ് വിളിക്കും. ഒരു കാര്യമുണ്ട്. ഈ ഡാൻസേഴ്സിനെ വിളിച്ച് ഡെയിലി ഇങ്ങനെ ഡാൻസ് കളിച്ച് പറ്റ് എത്ര പറ്റായെന്നറിയാം. അവർക്ക് പൈസ കൊടുക്കണം. എന്നും കടം പറഞ്ഞു നിർത്തുക. എടാ ഒരു പ്രാർത്ഥിക്കാൻ പറയാം. മുട്ടുകുത്തി നമുക്കൊരു പണി കിട്ടട്ടെ. അത് ആദ്യം ചെയ്യും. അവര് പ്രാർത്ഥിച്ച് പണി കിട്ടിയിട്ട് വേണം. എന്റെ ബോസിന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാ തെറ്റ് ചെയ്തെന്ന് പറ. ബോസ് എനിക്കറിയണം. എന്നാ സംഭവം എനിക്കറിയണം. ബോസ് പറയാം. ബോസേ ഞാൻ പറയാം. നമ്മളെല്ലാവരും ഇവിടെ പച്ചക്ക് നിൽക്കുമ്പോ ഇവൻ കല്യാണം കഴിച്ചു. ബോസേ കല്യാണം കഴിച്ചു. നമുക്ക് കൊതി വരില്ലേ? മോറിക്കാങ്ങോട്ട്. എടാ ഈ കൊള്ള സംഘത്തിലെ എത്തിക്സ് എന്താന്ന് നിനക്കറിയാവോ? അതെവിടെയാ? അത് ഞങ്ങൾ കാണിച്ചല്ലോ. അത് എവിടെയാണ് കുഴപ്പം? ഒരു ആത്മാർത്ഥമാണ് ഞങ്ങളോട്. എന്താണ് എത്തിക്സ്? എവിടെയാ എത്തിക്സ്? നിയമം അതറിയത്തില്ലേ? നിയമം ഇവിടെ ആരും കല്യാണം കഴിക്കാൻ പാടില്ല. ഒരു കുടുംബം പാടില്ല. അതാണ് എന്റെ നിയമം. അതുകൊണ്ട് നിന്ന് ഞാൻ വെടി വെച്ച് കൊല്ലും. ആണോ? കിത്തിന ആദ്മി തീൻ ചാർ. മൂന്നാല് പേരുണ്ട് നമ്മള്. കിത്തിന ഗോലി. എത്ര ഗോലി ഉണ്ട്? എന്താ? ഓർണം. ഏക്ക് ഗോലി. എന്നാ പിടിച്ചോ. ഓ കാച്ചു വെടി വെക്കണം പൊട്ടട്ടെ. ചേട്ടാ നേരെ പിടിക്കാവനെ. പിടിച്ചു. ഉന്നം തെറ്റൂന്ന്. മരണവെപ്രാളമാണോ? ഇവരെങ്ങാനും കിടന്ന് ചത്ത പട്ടി കൊന്നുകളയും. പുറത്തു വെച്ചാ ചത്താലോ? അതിന് പാപം നമ്മൾ കേൾക്കണ്ടടാ. ഞാൻ ചത്തുന്ന് പോയി നോക്കിട്ട് വരാനാ. ചത്തോന്ന് പോയി നോക്കാനോ? ഞാനാ വെടി വെച്ച അവൻ ചത്ത് കാണും. അങ്ങനെ ഉറപ്പിച്ചൊന്നും പറയണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഒരു വെടി വെച്ചില്ല ഒരുത്തനെ. അവനിപ്പം ഇവിടെ പെട്ടിക്കടയിട്ടിരിക്കണം. അവന്റെ അടുത്ത് നമ്മൾ പുകല വാങ്ങിക്കണം. അറിയോ? അതുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചു. ബോസിന്റെ ഒരു വെടി കൊണ്ട് ഒരുത്തും രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടില്ല. എന്താണ് അടുത്ത ഓപ്പറേഷൻ? അതിന് പൈൽസിന്റെ ഓപ്പറേഷൻ അല്ലേ? മറ്റേ അപ്രന്റീസോ? പിന്നെ എന്റെ അത്തിന്റെ ഓപ്പറേഷന്റെ കാര്യമാണ് പറഞ്ഞേ. എടാ നമ്മൾ ഈ കൊള്ളക്കാരെന്തെങ്കിലൊക്കെ പറയുമ്പോ ഓപ്പറേഷൻ എന്ന് പറയാനാവേ. അടുത്ത ഓപ്പറേഷൻ നമ്മൾ ഈ തുരങ്കം കുത്തി ഒരു ജ്വല്ലറി ചെന്നുവിടും. അവിടുന്ന് ജ്വല്ലറി എല്ലാ സ്വർണ്ണങ്ങളും ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കോടീശ്വരന്മാരാകും. എന്നതാണേ നിങ്ങൾ ഇങ്ങനെ ചിരിച്ചാ എന്റെ ചിരി ആരെങ്കിലും കേൾക്കുവോ? എനിക്ക് ചിരിക്കണ്ടേ? ചിരിച്ചോ. ഞങ്ങൾ മിണ്ടല്ലോ. ചിരിച്ചോ. അതുപോലത്തെ വൃത്തിയുടെ ചിരി ആയതുകൊണ്ടാണ് ഞങ്ങൾ ചിരിച്ച് സഹായിക്കുന്നത്. അറിയാമോ? നമ്മളിപ്പോ ഏതാണെങ്കിലും സ്വർണ്ണം കൊണ്ടുമ്പോ നമ്മൾ കോടീശ്വരന്മാരാകുമല്ലോ. സന്തോഷം. സന്തോഷത്തിന് നമുക്ക് എന്നാ ഇന്ന് സെലിബ്രേഷൻ ആയിരിക്കും. ഇത് ആ കുഴപ്പം. എന്നും ഇത് തന്നെ. എന്റെ ആചാനെ തൊണ്ട പോവും. ഇറങ്ങി വയറ്റി പോവും. തോക്കിന്റെ ആ പാത്തിക്ക് ഒന്നങ്ങ് തന്നാണ്ടല്ലോ. സെലിബ്രേഷൻ എന്ന് പറഞ്ഞ ആഘോഷം ആണോ? അല്ല ഇതല്ല ആഘോഷമുള്ള. നൃത്തങ്ങൾ വരട്ടെ. എവിടെ എന്നെ ബോസ് വിളിക്കണം. ബോധം പോയി. ബോധം പോയി പെണ്ണുപിള്ളോടെ. അയ്യോ
പൊന്നെ ഇത്രയും വയസ്സുള്ള സാധനത്തിന് ഈ കൊട്ടാരത്തിൽ ഇവിടെ ഡാൻസ് കളിപ്പിക്കൽ 100 വട്ടം പറഞ്ഞ നിങ്ങളോട് പ്രഷറിന്റെ ഷുഗറിന്റെ ഒക്കെ മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കില്ല. ഏതാണ്ട് ചെറുപ്പക്കാരിയാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും. 70 വയസ്സുകൊണ്ട് പുട്ടിയിട്ടും ഇറങ്ങിക്കോളും മനുഷ്യൻ ചിരിക്കാൻ വേണ്ടി. എവിടെ പോയിരിക്കാൻ എല്ലായിടത്തും ഉളുക്കിയതാണോ? എനിക്കറിയാൻ വിളിക്കുന്നൊന്നുമല്ല. ഇതേ ഒരു കാര്യം അറിയത്തില്ലടാ. എന്തോ നിനക്ക് തടവ് അറിയത്തില്ലേ? 3-4 ദിവസം തടവ് അനുഭവിച്ചിട്ടുണ്ട്. എവിടെ? ജയിലില്ലേ? അതല്ല തടവുമ്പോ അതല്ല ഞാൻ പറയട്ടെ, പൾസ് നോക്കണം. പൾസ് നോക്കണം. പൾസല്ല, പല്ല് നോക്കണം എന്നല്ല പറഞ്ഞത്. ഇത് മറ്റേ പൾസ് എന്ന് പറഞ്ഞാൽ പിടിച്ചു നോക്കണം. ഇത് ഫുള്ള് പോയതാട്ടോ. ഫുള്ള് പോയോ സാർ? ഒരു കാര്യം ഞാൻ ബോഡി അടക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാകും. വേണ്ട, പേടിക്കണ്ട. നമുക്കേ കൃത്രിമ ശ്വാസം കൊടുക്കാം. എന്ത് കാര്യം ഇരിക്കണം പറ. അതെന്നാ വർത്താനാ പറഞ്ഞ? ഇതിവര് എത്ര നാളായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്? ഉണ്ടല്ലോ. നല്ല ശ്വാസം കൊടുത്താൽ മതി ബോസേ. കൃത്രിമം എന്റെ പൊന്നെ അതല്ല പറഞ്ഞത്. ഇന്ന് വന്നേ ഞാൻ പറയാം ബോസേ. വന്നേ ഈ ചുണ്ടോടടുപ്പിച്ച് ശ്വാസം കൊടുക്കും. ചുണ്ടോടടുപ്പിച്ച് ശ്വാസം കൊടുക്കുന്നു. അങ്ങനെയാണ്. എന്നാ ബോസ് കൊടുക്ക്. എന്നിട്ട് വേണം അവളുടെ വായിരിക്കണം. ഹാൻസ് എന്റെ വായിക്കാം. ഈ പെണ്ണുമ്പോഴുള്ള കാര്യം പറഞ്ഞത് അതെ. ഇവരുടെ കിടപ്പ് വെച്ചേ കേട്ടത് എനിക്ക് മനസ്സിലാകുന്നറിയോ? എന്നാ നമ്മുടെ താവളത്തിൽ സന്തോഷം തന്നെ ദിനങ്ങളാ മോനെ. കൺഗ്രാജുലേഷൻ ബോസ്. താങ്ക് യു. നിങ്ങളൊരു അച്ഛനാവാൻ പോകും. അമ്മാവന്മാരും ആര്? ബോസ. അയ്യോ ഞാനൊന്നും അല്ല. ഭർത്താവ് പറയുന്നത് ഈ പണി ഒപ്പിച്ചിട്ടുള്ള ബോസ ആട്ടിച്ചാണ്ടല്ലോ. ഞാനല്ലെന്ന്. ആരാണെന്ന് ഒരു കഴിവില്ല. അല്ല കഴിവില്ല പറഞ്ഞൂടാ. ഞങ്ങളെ കൊണ്ട് പെണ്ണിനെ നോക്കരുത്, സ്പർശിക്കരുത്, കുടുംബം പാടില്ല, മക്കള് വേണ്ട. എനിക്ക് ആണിയുണ്ട്. ആണിയുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ മേല. ഒന്നും ഉണ്ടായിരുന്നോളാം. നിന്റെ ഉത്തരവാദിയാണെന്ന് എനിക്കറിയാമോ? ബോസല്ലേ? ബോസല്ലേ? അയ്യോ ബോസല്ല, ഗ്യാസിന്റെ. അയ്യോ സോറി ബോസിന്റെ. അയ്യോ പൊക്കട ബോസ്. ഇപ്പൊ എന്തെല്ലാം പ്രശ്നം ഉണ്ടായെന്നറിയോ? ആ തള്ളേനെ എവിടെയെങ്കിലും ഒന്ന് കിടത്താവോ? ഇനി മേളിൽ ക്യാമറ കീവറെന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കരുത് കേട്ടോ. നീ വന്നേക്കരുത്, പൊക്കോ. സോറി ബോസേ. ഇപ്പോഴും ഈ കാലിന്റെ ആണിയുടെ ഇത് മാറില്ല അല്ലേ? ഇല്ലെന്നേ, ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ താങ്ങും. താങ്ങോ? ഒരു കോഴിക്കോട് തല്ലിക്കൂട്ടാനുള്ള ആണിയുണ്ട്. ബോസ് ഇതേ ആദ്യം 17 ആണി ഉണ്ടായിരുന്ന നേരത്തെ ഇപ്പൊ 71 ആണിയായി അറിയാവോ? അതുള്ളൂ. എന്നാ ജിഞ്ചോ? എന്നാ ഇത് എവിടുന്ന് ചാടി വന്നത്? ബോസേ സിംഗപ്പൂരിൽ നിന്ന് എത്തുക. സിംഗപ്പൂരിൽ നിന്ന് കത്തുവാണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യാ? ലോൺ തന്നിട്ടില്ല. അതല്ലെന്ന് സിംഗപ്പൂരിൽ നിന്ന് വന്ന കത്താന്ന്. അവരെല്ലാം പറയണമെന്നറിയാവോ? ഇപ്പൊ കേരളത്തിലെ കൊള്ളസംഘത്തിനൊക്കെ ലോൺ കൊടുത്തിട്ട് ആരും തിരിച്ചടയ്ക്കുന്നില്ല. എല്ലാം പെൻഡിങ് ആണ്. ഗഡുകളെല്ലാം പെൻഡിങ് ആണ്. പലതും ജപ്തിയുടെ അവസ്ഥയിൽ നിൽക്കുക. അതുകൊണ്ട് ലോൺ തരാൻ പറ്റത്തില്ല. പിന്നെ ഒറ്റ വഴിയുള്ളൂ, വേണേ ഒരു പശുവിനെ തരാന്ന് ലോണായിട്ട്. പശുവിന്? പശുവിനൊക്കെ ഉണ്ടായത്. ഒരു കുതിരനെ തരുവാണെങ്കിൽ എനിക്ക് ചായ കുടിക്കാൻ രാവിലെ പോകാലോ. കുതിര അതിന് പാല് തരുമോ? കുതിരപ്പാൽ എന്ന് കേട്ടില്ല? കുതിരപ്പാൽ കുടിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ട്. എന്റെ ബോസേ, പശുവിനെ കിട്ടിയാലല്ലേ പാല് കറന്ന് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത് തന്നെ. ഈ പാല് കൊണ്ട് സൊസൈറ്റി കൊടുത്ത കാശല്ലേ? പശുവിനെ പശു പഞ്ചായത്തിൽ വന്നിട്ടുണ്ടോ? ഒന്നുണ്ടോ? നിങ്ങളൊരു കാര്യം പശുവിനെ വാങ്ങിച്ചോണ്ട് പോരെ. അല്ല ബോസേ, ഈ പാലെങ്ങാനും പിരിഞ്ഞു പോവാന്ന് വിചാരിച്ചോ? അത് സംഭാരാക്കി ട്രെയിനിൽ കൊടുത്ത കാശല്ലേ? ഇതിനൊക്കെ ആര് പോവും? ബോസ് പോവും. ഞാനോ? ബോസിന്റെ കാലിൽ ആണിയല്ലേ? സംഭാരമായിട്ട് സംഭാരം ഇഷ്ടം പോലെ ചെലവായിരിക്കും. സംഭാരത്തിന്റെ പൈസയും കിട്ടും, ഇങ്ങനെ പോണേന്റെ പൈസ വേറെയും കിട്ടും. മനസ്സിലായോ? ആണോ? അതെ. പശുവിനെ മേടിക്കാൻ കാര്യം പറയട്ടെ. ഈ പശു എന്ന് പറഞ്ഞാൽ 3-4 സൈസ് പശുവിന്റെ ഒരു ഓർഡർ വന്നറിയോ? വന്നടാ. ആശാൻ ആണിയാണെങ്കിൽ ഇവിടെ ഇരുത്താ പോരെ. വന്നേ. ഒരു പശുവുണ്ട്, നമ്മുടെ കൊള്ളസംഘത്തിലേക്ക് മാത്രം തരുന്ന പശുവാണ്. പക്ഷെ അത് കണ്ണിന് ഇച്ചിരി കാഴ്ചക്കുറവുണ്ട്. കണ്ണിന് കാഴ്ച ഇല്ലാത്ത പശു വേണ്ട. അത് വേണ്ട, ശരിയായല്ലേ? കൊള്ളസംഖ്യ ആവുമ്പോ കണ്ണിന് കാഴ്ച. ബോസെ 10 ലിറ്റർ പാല് കിട്ടുന്നു. 10 ലിറ്റർ പാല് കിട്ടിയിട്ട് എന്താ കാര്യം? കണ്ണിന് കാഴ്ചയില്ലേ പോയില്ലേ? ബോസെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പശുവിനെ വാങ്ങിച്ച് പാല് കിടന്ന് വിൽക്കാനാണോ അല്ല കണ്ണു കൊത്തി കളിക്കാനാണോ? എന്നാ പിന്നെ അതാണെന്നും കുഴപ്പമില്ല. പിന്നെ ദേവാ വേറെ പശു കിടക്കും. ഇതുണ്ടോ? നല്ല കളറുള്ള പശു. നല്ല കളറുള്ള പശു. ജേഴ്സി പശു. ജേഴ്സി ഇട്ട പശു. നല്ല കളറ് ജേഴ്സി. പശുവിന്റെ കളറ അതല്ല, വേറൊരു കാര്യമുണ്ട്. വേറൊരു പശുണ്ട്. അറിയാമോ? ഒരു പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം കൂടുമ്പോ ഇത് പ്രസവിക്കും. അതിന് 25,000 രൂപ കൊടുക്കണം.
25,000 രൂപ കൊടുക്കണം. ഏളാമേ, ആ, ഈ പശുവിനെ ആന വേണ്ട, പശു വാങ്ങണം. എന്നാ പശു നോക്കണേ ആ, ബോസ്, ആണപ്പശു. നിങ്ങളൊരു കാര്യം ചെയ്യണം, പോയി പശുവിനുള്ള പുല്ല് വെട്ടി കൊണ്ടേ. പശുവിനുള്ള പുല്ല് വെട്ടി കൊണ്ടാ. നമ്മുടെ കൊണ്ടാകുന്നതിൽ നമ്മൾ പട്ടിണി കിടന്നാൽ നമ്മുടെ പശു പട്ടിണി കിടക്കരുത്. എങ്ങനെ പോകും? അവിടെ ഭയങ്കര പന്നിശല്യമാണ്. പന്നി ശല്യാണോ? ഇത് കൊണ്ടോക്കോ. ഈ സാധനം കൊണ്ടുപോയിട്ടുണ്ടല്ലോ, കടിച്ചിങ്ങനെ വലിച്ചിട്ട് ഒരൊറ്റ ഏറ് ജസ്റ്റ് പോൾ. അത് പൊട്ടിക്കഴിഞ്ഞാൽ പന്നിയൊക്കെ പൊക്കോളും, മനസ്സിലായോ? ഓക്കെ, എന്നാ വിട്ടുപൊക്കോ. ജിൻഡോ, അതവിടെ ചാണകം വിട്ടു കേട്ടോ. ചാണകം കിട്ടു. ഹലോ ഹലോ, നല്ലതാണല്ലോ. ഒന്ന് പറഞ്ഞേ. ആരാ പോലും? സത്യദീപം കൊള്ളസംഖ്യ അല്ലേ? അതെ അതെ, നിങ്ങളെ ഈ ബാങ്കിൽ നിന്ന് കുറച്ച് ലോണുകൾ എടുത്തിട്ടില്ലായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. ആ, അതൊന്നും തിരിച്ചടച്ചിട്ടില്ല. പോരെങ്കിൽ ഇപ്പൊ ഒരു പശുവിനെ തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്? നിങ്ങൾ പശുവിന് ഇന്നല്ലേ എനിക്ക് തന്നെ? പശുവിനെ ഇന്നായിരിക്കും നിങ്ങൾ മേടിച്ചത്. പക്ഷെ ഒരു വർഷം മുന്നേ ഈ പശുവൊക്കെ നിങ്ങൾക്ക് സാങ്ഷൻ ആയി കിടക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ ഇതിന്റെ പലിശയും മുതലും ഒന്നും അടച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ജപ്തി നടപടികൾക്കുള്ള പരിപാടിയാ. അല്ല 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 സാറേ, അത് വിഷമിക്കട്ടെ കേട്ടോ. നിങ്ങൾ പശുവിന് ഇന്ന് കിട്ടിയില്ലോ? കിട്ടി. അല്ല സാറേ, പല പശുവിന് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോ വൈകുന്നേരം ആവുമ്പോഴത്തേനും പൈസ ആവൂലോ, പാല് പറഞ്ഞ പൈസ ഉണ്ടാക്കും. വൈകിട്ട് തന്നെ കൊണ്ട് അടയ്ക്കുവോ? ബാങ്ക് അടച്ചിട്ടില്ല കേട്ടോ, ഞങ്ങൾ പൈസ കൊണ്ട് വരുമ്പോ ചുമ്മാ പറഞ്ഞാൽ അടക്കത്തില്ല. വൈകിട്ട് അപ്പം എന്നെ ഇങ്ങോട്ട് വരുത്തിക്കരുത്. വൈകുന്നേരം 3 മണിക്ക് പശുവിനെ കറക്കും, പാല് വിൽക്കും, പൈസ ആയിട്ട് വരും, അടയ്ക്കും. പശുവിനെ കണ്ടേച്ചും പോ. കണ്ടതാ. ഇത് എവിടെയെങ്കിലും പിടിച്ച് കെട്ടാൻ ഞങ്ങളെ സമ്മതിക്കണം ബോസ്. ഞങ്ങൾ അവിടെ ചെന്ന് ബോസ് പറഞ്ഞതുപോലെ ഇതങ്ങ് വലിച്ച് കടിച്ചു ഊരി. പന്നി ഞങ്ങളെ കണ്ടു വരണ്ട് ഓടിക്കളഞ്ഞു. എന്നിട്ടോ ഞങ്ങൾ ഇത് കൊണ്ട് പോകുന്നു. ഇത് പാടായില്ലല്ലോ, ഇനിയിപ്പോ നല്ലതില്ല. ഇപ്പൊ അടുത്ത പണിക്ക് കേൾക്കാം. മിടുക്കന്മാർ, സമർത്ഥന്മാരാണ്. എന്നാ ബോസ്, ഒരു ബോംബ് വേസ്റ്റ് ആയില്ല. അയ്യോ എടാ, ഇത് ഊരിയെടുത്തോമാര്. പൊട്ടി. ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു. പൊട്ടാറായ ബോംബ് കിട്ടാണ്ട പറഞ്ഞേ. എനിക്കറിയാമോ ഇതൊക്കെ? പൊട്ടാറായ ബോംബ് ആയിട്ട് വന്നേക്കോ. ഉൽക്കയാണോ ബോംബാണോന്ന് അറിയത്തില്ല, ഏതാണ്ട് പൊട്ടി. എനിക്ക് അതിലുള്ള സങ്കടം, എന്റെ മേക്കപ്പ് എല്ലാം പോയി. പാങ്ങള്, തൽക്കാലത്തേക്ക് ഒരാഴ്ച നിങ്ങൾ ക്യാബറ ഡാൻസ് കളിക്കണ്ട കേട്ടോ. അടങ്ങി ഒതുങ്ങി ഇരുന്നു. എന്താ വലിക്കുന്ന ഇനിയൊന്നും ഇവിടെ പിടിച്ചു നിൽക്കൂലട്ടാ. പിടിച്ചാ ഞാൻ കെട്ടി വെക്കാതെ കെട്ടി വെക്കാൻ കെട്ടണ്ട കെട്ടണ്ട, അല്ലിച്ചാ മതി എല്ലാരും കൂടെ. അല്ല, ഇതിലെ കെട്ടാതെ, തുണി കെട്ടാതെ, തുണി കെട്ടാന്നേ. അങ്ങനെ പോകണം, അങ്ങനെ പോകണം, അങ്ങോട്ട് പോകണം. ഇറങ്ങി. അയ്യോ, മല ചാടി പോവാണല്ലോ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി തന്നെ കേട്ടോ. ജപ്തി ഓക്കെ ആയി. അടുത്തുള്ള സാധന വസ്തുക്കളെല്ലാം നമ്മൾ ജപ്തി ചെയ്ത് വെച്ചാക്കുവാണ്. എന്റെ സാറേ, ഇതൊന്നും നടക്കുകയില്ല. അതുകൊണ്ടല്ലോ നന്ദിനി കൊണ്ടുപോയി. അതേത് ബാങ്കുകാരി? ബാങ്ക് അല്ലെന്നോ, പിന്നെ ഇവിടത്തെ പശു, നിങ്ങൾ ലോൺ തന്ന പശുവല്ലേ, ആ നന്ദിനി ഇതെല്ലാം കൊണ്ടുപോയെന്നോ. Master